Hi, welcome to Exam by Olympiad. So, അടുത്തായിട്ട് ചെയ്യുന്ന algebra ഒരു പ്രോബ്ലം ആണ്. The positive real numbers A, B, C satisfies A by 2B plus 1 plus ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. രണ്ട് എക്സ്പ്രഷൻസ് ഉണ്ട്. ചോദിച്ചുള്ള ക്വസ്റ്റൻ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 1 by A plus 1 by B plus 1 by C ആണ്. IOQM 2024 ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഇവിടെ എക്സ്പ്രഷൻസ് നോക്കുന്ന സമയത്ത് അത് നോക്കിവിടെ ഇവിടെ എ ബൈ ടു ബി ഒന്നാമത്തെ എക്സ്പ്രഷൻ ഉണ്ട് അല്ലേ, രണ്ടാമത്തെ എക്സ്പ്രഷൻ ഉണ്ട്. ഇവിടെ നോക്കി നിങ്ങൾ എ ബൈ ടു ബി പ്ലസ് വൺ, ഇവിടെ ടു ബി പ്ലസ് വൺ ഉണ്ട്, ഇവിടെ ടു ബി പ്ലസ് വൺ ഉണ്ട്. രണ്ടാമത്തെ എക്സ്പ്രഷൻ ഡിനോമിനേറ്ററിലും ഒരു ടു ബി പ്ലസ് വൺ ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കി ഇവിടെ എ പ്ലസ് വൺ ഉണ്ട്, ഇവിടെ എ പ്ലസ് വൺ, ഇവിടെ ഒരു 3C പ്ലസ് വൺ ഉണ്ട്, ഇവിടെ 3C പ്ലസ് വൺ ഉണ്ട്. സോ ലൈക്ക് ഡിനോമിനേറ്റേഴ്സ് കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ഇക്വേഷൻസിലും വരുന്നുണ്ട്. സോ ലൈക്ക് അവിടെ നമുക്ക് പോസിബിൾ ആയിട്ട് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, രണ്ട് ഇക്വേഷൻസും ആഡ് ചെയ്യുക എന്നുള്ളത്. ഞാൻ ഇതിനെ 1 ഇതിനെ 2 എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് എക്സ്പ്രഷൻസും ആഡ് ചെയ്യും. ആ രണ്ട് എക്സ്പ്രഷൻസും ആഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരിക, ലൈക്ക് കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ വെച്ചുള്ള ടേംസ് ആഡ് ചെയ്യണം. ഇവിടെ നിങ്ങൾ നോക്കി ഇവിടെ എ ബൈ ടു ബി പ്ലസ് വൺ ഉണ്ട്, ഇവിടെ 1 by 2b പ്ലസ് വൺ ഉണ്ട്. അത് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ എ പ്ലസ് 1 by 2b പ്ലസ് വൺ വരും അല്ലെ. അപ്പൊ എന്താ വരിക, എ പ്ലസ് 1 by 2b പ്ലസ് വൺ വരും. ഓക്കെ, പ്ലസ് രണ്ടാമത്തെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ 2b by 3c പ്ലസ് വൺ ഉണ്ട്, ഇവിടെ 3c പ്ലസ് വൺ ഉള്ളത് ഇവിടെയാണ് അല്ലെ. അപ്പൊ 2b by 3c പ്ലസ് വണ്ണും 1 by 3c പ്ലസ് വണ്ണും ആഡ് ചെയ്യുക. ആ സമയത്ത് എന്താ വരിക, 2b പ്ലസ് 1 by 3c പ്ലസ് വൺ വരും. എന്താ വരിക, 2b പ്ലസ് 1 by 3c plus 1 പ്ലസ് അടുത്ത എന്താ എക്സ്പ്രഷൻ, ഇവിടെ 3c ഉണ്ട്, 3c by a plus 1 ആണല്ലേ ഉള്ളത്. 3c by a plus 1 ഉണ്ട്, ഇവിടെ 1 by a plus 1 ഉണ്ട്. അത് ആഡ് ചെയ്യുന്ന സമയത്ത് 3c plus 1 by a plus 1 വരും. റൈറ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക, 3 വരും. ഓക്കെ, 1ഉം 2ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 വരും. ഓക്കെ, ഇത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു എക്സ്പ്രഷൻ നോക്ക്, മൂന്നാമത്തെ ഈ ഒരു എക്സ്പ്രഷൻ നോക്കി നിങ്ങൾ 3 മാർക്ക് ചെയ്യാം. ഈ എക്സ്പ്രഷൻ നിങ്ങൾ കൺസിഡർ ചെയ്ത സമയത്ത് ഇവിടെ എ പ്ലസ് 1 by 2b പ്ലസ് 1, 2b പ്ലസ് 1 by 3c പ്ലസ് 1, 3c പ്ലസ് 1 by a പ്ലസ് 1, ഇവിടെ 2b പ്ലസ് 1, ഇവിടെ 2b പ്ലസ് 1, ഇവിടെ ഒരു 3c പ്ലസ് 1, ഇവിടെ ഒരു 3c പ്ലസ് 1, ഇവിടെ ഒരു a പ്ലസ് 1, ഇവിടെ ഒരു a പ്ലസ് 1. അപ്പൊ ലിറ്ററലി പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് ലൈക്ക് ഈ മൂന്ന് ടേമിന്റെയും പ്രൊഡക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് വരിക, ആൻസർ 1 ആണ് വരിക. ഓക്കെ ആണല്ലോ, ആൻസർ 1 ആണ് വരിക. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഐഡന്റിറ്റി ഏതാണ്, am ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു gm ആണ്. നിങ്ങൾക്ക് അറിയുന്ന ഐഡന്റിറ്റിയാണ് ഏത്, am ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു gm എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം അല്ലെ. am ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു gm എന്ന് പറഞ്ഞാൽ am എന്താണ്, അരിതമെറ്റിക് മീൻ ആണ്. എന്താണ് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ ആണ്. ഈ മൂന്ന് ടേംസിന്റെയും അരിതമെറ്റിക് മീൻ എടുക്കുന്ന സമയത്ത് എന്താ വരിക, മൂന്ന് ടേംസ് ഏതൊക്കെയാണ്, a പ്ലസ് 1 by 2b പ്ലസ് 1ഉം a പ്ലസ് 1 by 2b പ്ലസ് 1ഉം പ്ലസ് 2b പ്ലസ് 1 by 3c പ്ലസ് 1, 2b പ്ലസ് 1 by 3c പ്ലസ് 1 പ്ലസ് 3c പ്ലസ് 1 by a പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 ആണ് എന്ത്, അരിതമെറ്റിക് മീൻ വരിക അല്ലെ. അരിതമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി ആവറേജ് തന്നെയാണ്. അരിതമെറ്റിക് മീൻ എന്ന് പറയുന്നത് ആവറേജ് തന്നെയാണ്. അതെന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ജോമെട്രിക് മീൻ ആയിരിക്കും. എന്താണ് ഇവിടെ ജോമെട്രിക് മീൻ വരിക, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ജോമെട്രിക് മീൻ എന്താ വരിക, a പ്ലസ് 1 by 2b പ്ലസ് 1 ഇൻറ്റു 2b പ്ലസ് 1 by 3c പ്ലസ് 1 ഇൻറ്റു 3c പ്ലസ് 1 by a പ്ലസ് 1 ഹോൾ പവർ 1 by 3 ആണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ജോമെട്രിക് മീൻ വരിക അല്ലെ. ഇപ്പൊ n ടേംസ് ഉണ്ടെങ്കിൽ ഹോൾ പവർ 1 by n മൾട്ടിപ്ലൈ ചെയ്യുക, ഹോൾ പവർ 1 by n ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതാണ് അതിന്റെ ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. കേസ് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്രീവിയസ് നമുക്ക് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മൾ ഈ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. സോ ലൈക്ക് എന്താ IOQMന്റെ കോഴ്സ്, കഴിഞ്ഞ വർഷത്തെ IOQMന്റെ കോഴ്സ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറീസ് കാണാം. അപ്പൊ am ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു gm ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അല്ലെ, ആ ഐഡന്റിറ്റി യൂസ് ചെയ്യുന്ന സമയത്ത്. എന്തുകൊണ്ടാണ് ഐഡന്റിറ്റി യൂസ് ചെയ്യാനുള്ള റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ്, ഇപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ 1 ആവും അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് നിങ്ങൾ നോക്കിയേ, ഇവിടെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ 1 ആവും. ഇവിടെ എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിങ്ങൾ നോക്കിയേ, a പ്ലസ് 1 by 2b പ്ലസ് 1 അല്ലേ. ഞാൻ ഈ 3 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യട്ടെ. അപ്പൊ ഇവിടെ ഈ ടേം ഓൾറെഡി 1 ആകും. ഇവിടെ എന്താണ് 3 into 1 വരുന്ന സമയത്ത് ഇവിടെ എന്താവും 3 ആവും. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ് ആവുക, സോറി റൈറ്റ് ഹാൻഡ് സൈഡ് 3 ആവും അല്ലെ. റൈറ്റ് ഹാൻഡ് സൈഡ് 3 ആവും. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ അവസ്ഥ, a പ്ലസ് 1 by 2b പ്ലസ് 1 ഉണ്ട്. ലൈക്ക് ഞാൻ അങ്ങനെ തന്നെ വെച്ചു, a പ്ലസ് 1 by 2b പ്ലസ് 1 പ്ലസ് 2b പ്ലസ് 1 by 3c പ്ലസ് 1 പ്ലസ് 3c പ്ലസ് 1 by a പ്ലസ് 1 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ നോക്കിയേ ഈ എക്സ്പ്രഷൻ നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ എന്താണ് ഈ a പ്ലസ് 1 by 2 ഈ ഒരു പറയുന്ന എക്സ്പ്രഷൻ എന്താണ്, ഈക്വൽ ടു 3 ആണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ എന്താണ് ആ എക്സ്പ്രഷൻ എന്താണ്, ഈക്വൽ ടു 3 ആണ്. ആ എക്സ്പ്രഷന്റെ വാല്യൂ എന്താണ്, പെർട്ടിക്കുലർ വാല്യൂ നമുക്കറിയാം, അതെന്താണ് 3 ആണെന്നുള്ളതാണ്. അതായത് ഇവിടെ എന്താണ് കണ്ടീഷൻ നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത്
ഇവിടെ എം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ജി എം എന്ന് പറയുന്ന കണ്ടീഷൻ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇവിടെ എം ഈക്വൽ ടു ജി എം എന്ന് പറയുന്ന കണ്ടീഷൻ അല്ലേ ഉള്ളത്. കാരണം എന്താണ് ഇവിടെ ആക്ച്വലി ഈ എക്സ്പ്രഷൻ എന്താണ്, ഈ എ പ്ലസ് വൺ ബൈ ടു ബി പ്ലസ് വൺ പ്ലസ് ടു ബി പ്ലസ് വൺ ബൈ ത്രീ സി പ്ലസ് വൺ പ്ലസ് ത്രീ സി പ്ലസ് വൺ ബൈ എ പ്ലസ് വൺ എന്ന് പറയുന്ന എക്സ്പ്രഷന്റെ വാല്യൂ എന്താണ്, 3 ആണ്. വിച്ച് ഈസ് എന്താണ്, അങ്ങനെയാണ് ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന സിമ്പിൾ അല്ല ഉണ്ടാവുക, അവിടെ ഈക്വൽ ടു എന്ന് പറയുന്ന സിമ്പിൾ ആണ് ഉണ്ടാവുക. എപ്പോഴാണ് ഈക്വൽ ടു എന്ന് പറയുന്ന സിമ്പിൾ ഉണ്ടാവുക, എ എം ഈക്വൽ ടു ജി എം ആവുമ്പോഴാണ്. എപ്പോഴാണ് എ എം ഈക്വൽ ടു ജി എം ആവുക, അതാണ് അടുത്ത് നോക്കാനുള്ളത് അല്ലെ. എന്താണ് എപ്പോഴാണ് ഒരു ടേമിൽ എന്താണ് ലൈക്ക് എന്താണ് എപ്പോഴാണ് എ എം ഈക്വൽ ടു ജി എം ആവുക, ആ നമ്പേഴ്സ് ഈക്വൽ ആവണം, ആ ടേമുകൾ തമ്മിൽ ഈക്വൽ ആവണം. അതായത് എ പ്ലസ് വൺ ബൈ ടു ബി പ്ലസ് വൺ ഈക്വൽ ടു എന്തായിരിക്കണം, ടു ബി പ്ലസ് വൺ ബൈ ത്രീ സി പ്ലസ് വൺ ഈക്വൽ ടു എന്താണ്, ത്രീ സി പ്ലസ് വൺ ബൈ എ പ്ലസ് വൺ. ആ ഒരു കണ്ടീഷൻ നടക്കുന്ന സമയത്താണ് എന്ത്, അരിതമെറ്റിക് മീൻ ഈക്വൽ ടു ജോമെട്രിക് മീൻ എന്ന് പറയുന്ന കണ്ടീഷൻ സംഭവിക്കുക അല്ലെ. ഈ കണ്ടീഷൻ എങ്ങനെയാണ് വരുന്നത്, ലൈക്ക് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇൻ കേസ് കൺഫ്യൂഷൻസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റിവാച്ച് ചെയ്യാം. അപ്പൊ എന്താണ് ലൈക്ക് ഈ ഒരു ഈക്വൽ ടു എന്ന് പറയുന്ന കണ്ടീഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എം ഈക്വൽ ടു ജി എം ആണ്, എം ഈക്വൽ ടു ജി എം ആവണമെന്നുണ്ടെങ്കിൽ എന്താണ്, ആ ടേമുകൾ ഈക്വൽ ആണ്. ആ 3 ടേമുകൾ ഈക്വൽ ആവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലൈക്ക് സപ്പോസ് ലൈക്ക് 3 ഈക്വൽ ആണ്. അപ്പൊ ഇതിനൊരു എക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇതും എക്സ് ആയിരിക്കും, ഇതും എക്സ് ആയിരിക്കും. അപ്പൊ എക്സ് പ്ലസ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, 3 ആയിരിക്കും. 3x വാല്യൂ 3 ആയിരിക്കും, എക്സിന്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പൊ ഓരോ എക്സും എന്താണ്, 1 ആണ്. ഇത് 1 ആണ്, ഇത് 1 ആവണം, ഇത് 1 ആവണം അല്ലെ. അപ്പൊ എന്താണ്, ഓരോന്നും ഈക്വൽ ടു 1 ആവണം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഓരോന്നും ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വരിക എ പ്ലസ് വണ്ണിന്റെ വാല്യൂ 2b പ്ലസ് 1 ആയിരിക്കും, 2b പ്ലസ് 1ന്റെ വാല്യൂ 3c പ്ലസ് 1 ആയിരിക്കും, 3c പ്ലസ് 1ന്റെ വാല്യൂ എ പ്ലസ് 1 ആയിരിക്കും. നമ്മൾ നോക്കുന്ന സമയത്ത് എ ഈക്വൽ ടു 2b, 2b ഇസ് ഈക്വൽ ടു 3c, 3c ഈക്വൽ ടു എ എന്ന് പറഞ്ഞിട്ടുള്ള 3 കണ്ടീഷൻസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ എടുക്കാം. ഈ ഒന്നാമത്തെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക, ഇതോ ഏതെങ്കിലും ഒന്ന് എടുക്കുക. എ ബൈ 2b പ്ലസ് 1, ഏതാണ് എക്സ്പ്രഷൻ, എ ബൈ 2b പ്ലസ് 1 പ്ലസ് 2b ബൈ 3c പ്ലസ് 1, 2b by 3c, sorry, yes, 2b by 3c plus 1 plus 3c by a plus 1 അല്ലെ. 3c by a plus 1 is equal to 1. ഇതാണ് കണ്ടീഷൻ അല്ലെ. അതിലോട്ട് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഈ കിട്ടിയിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഏനെ അങ്ങനെ തന്നെ വെക്കാം. അപ്പൊ എന്താണ് നോക്കാം, യെസ് എ അല്ലെ. 2bക്ക് പകരം എന്ത് ചെയ്യാം, എ കൊടുക്കാം, എ പ്ലസ് 1 പ്ലസ് 2b അതിന് പകരം എ ആണ്, 3c എന്ന് പറഞ്ഞാൽ എ ആണ്, എ പ്ലസ് 1 പ്ലസ് എന്താ 3c എന്ന് പറഞ്ഞാൽ എ ആണ് ബൈ എ പ്ലസ് 1, അതിന്റെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താ ലൈക്ക് ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ എന്താണ്, എ പ്ലസ് 1 കോമൺ ആണ്, ബാക്കി എന്താണ് ന്യൂമറേറ്റർ എ പ്ലസ് എ 3a ബൈ എ പ്ലസ് 1ന്റെ വാല്യൂ 1 ആയിരിക്കും, 3a ബൈ എ പ്ലസ് 1ന്റെ വാല്യൂ 1 ആയിരിക്കും. വിച്ച് ഇസ് 3a ഇസ് ഈക്വൽ ടു എ പ്ലസ് 1 ആണ്, 3a ഈക്വൽ ടു എ പ്ലസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ 2a വാല്യൂ 1 ആണ്, എയുടെ വാല്യൂ 1/2 ആണ്. എയുടെ വാല്യൂ 1/2 ആണെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ബി എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2b ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 3c ആണ് അല്ലെ. എയുടെ വാല്യൂ 1/2 ആണെങ്കിൽ ബിയുടെ വാല്യൂ എന്താ വരിക, എയുടെ വാല്യൂ 1/2 ആണ്, ബിയുടെ വാല്യൂ എന്താ വരിക, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2b ആണ്, ബി എന്ന് പറഞ്ഞാൽ a/2 ആണ്, അതിന്റെ പകുതിയാണ്. സോ 1/4 വരും. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ എന്ന് പറഞ്ഞാൽ 3c ആണ്, സി എന്ന് പറഞ്ഞാൽ a/3 ആണ്. സോ 1/2 1/3 വിച്ച് ഈസ് എന്താണ് 1/6 വരും. എന്താ ചോദിച്ചിട്ടുള്ളത്, 1/a പ്ലസ് 1/b പ്ലസ് 1/c ആണ് നമ്മളോട് കാണാൻ പറഞ്ഞുള്ളത് അല്ലെ. 1/a പ്ലസ് 1/b പ്ലസ് 1/c അല്ലേ കാണാൻ പറഞ്ഞുള്ളത്. യെസ്. അപ്പൊ എന്താണ്, എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ അറിയാം. അപ്പൊ 1/aയുടെയും 1/bയുടെയും 1/cയുടെയും വാല്യൂസ് എന്താ വരിക, 2 + 4 + 6 വിച്ച് ഇസ് ഈക്വൽ ടു 12 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. സോ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എ ലൈക്ക് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ജി എം എന്ന് പറയുന്ന കണ്ടീഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് വരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തിയറി ഇൻ കേസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ക്ലാസ് റിവാച്ച് ചെയ്യുക. സോ ലൈക്ക് ആ ഒരു കണ്ടീഷൻ വെക്കുക. എപ്പോഴാണ് എ എം അരിതമെറ്റിക് മീൻ എപ്പോഴാണ് ജോമെട്രിക് മീൻ ഈക്വൽ ആവുന്നത് എന്നുള്ള കണ്ടീഷനും കൂടെ നമുക്ക് അറിയണം. സോ ആ 2 കണ്ടീഷൻസ് ലൈക്ക് ആ 2 തിയറി ഭാഗങ്ങൾ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ആൻസർ ആയിട്ട് വരുന്നത് എത്രയാണ്, 12 ആണ്.